സംസ്ഥാനത്ത് ചൈനീസ് പടക്കങ്ങൾ പൊട്ടി കണ്ണിന് പരിക്കേൽക്കുന്ന സംഭവം തുടർക്കഥയാകുന്നുവെന്ന് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു. വിപിൻ സി വിജയനിലേക്ക് പറയൂ വിപിൻ. SKN സമൂഹത്തിൽ വളരെ അവബോധം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടായി നൽകുന്നത്. കാരണം ചൈനീസ് പടക്കങ്ങൾ അത്രത്തോളം നമ്മുടെ വിപണിയിലുണ്ട്. പടക്കങ്ങൾ ഉപയോഗിക്കുന്ന ചടങ്ങുകളുടെ എണ്ണവും ഏറെ കൂടിയിട്ടുണ്ട്. പണ്ടെല്ലാം വിഷുനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിറന്നാളിന് പോലും പടക്കങ്ങൾ പൊട്ടിക്കുന്ന ആ ഒരു സ്ഥിതിയിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചൈനീസ് പടക്കങ്ങൾ സാധാരണഗതിയിൽ വലിയ ശബ്ദത്തിൽ പൊട്ടുന്നവയല്ല, ഈ പൂത്തിരി പോലുള്ളവയാണ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ വാങ്ങുകയും വളരെ അടുത്തു വെച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഈ പൂത്തിരി പോലുള്ളവ, മേശപ്പൂവൊക്കെ പോലുള്ളവ പെട്ടെന്ന് പൊട്ടിയാണ് അപകടമുണ്ടാകുന്നത്. ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ആശുപത്രിയിൽ മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 20-ലേറെ കേസുകളാണ് വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ കുട്ടികളാണ് എന്നുള്ളത് കൂടിയുണ്ട്. രാസപദാർത്ഥങ്ങൾ കൂടി ഈ കണ്ണിന് തീരെ പറ്റാത്തതാണ്. അതുകൊണ്ട് കണ്ണിലേക്ക് ഈ രാസപദാർത്ഥങ്ങൾ പോയിട്ടുള്ള അപകടങ്ങൾ കൂടിയാണ് ഉണ്ടാകുന്നത്. നേത്രഗോളങ്ങൾ വരെ അപകടത്തിലാകുന്ന അല്ലെങ്കിൽ കാഴ്ചശക്തിയെ തന്നെ പാടെ മാറ്റിമറിക്കാവുന്ന രീതിയിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ കണക്കുകൾ തന്നെ പറയുന്നത്. നേത്ര വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രത പുലർത്തണമെന്നും വളരെ ദൂരത്ത് വെച്ച് മാത്രം പടക്കങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും ഒരു നിർദ്ദേശമായി തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട്. കാരണം അത്രത്തോളം കേസുകൾ കുട്ടികളുടെ അടക്കം കാര്യത്തിൽ വരികയാണ്. അവരെ ആകർഷിക്കുന്ന രീതിയിൽ വയലിൻ്റെയും പൂമ്പാറ്റയുടെയും ഒക്കെ രീതിയിലുള്ള പടക്കങ്ങൾ ഇപ്പോൾ സുലഭമായി തന്നെ ലഭിക്കുന്നുണ്ട്. അവ പൊട്ടുന്ന രീതിയിലുള്ളവയല്ല, പക്ഷേ അവ അപ്രതീക്ഷിതമായി പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് കണ്ണുകളെ ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ കണക്കുകൾ. അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് അവ പുറത്തു വരികയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.